12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. ഹലോ മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കൂടെ ഞാൻ ശ്രുതി ടീച്ചറാണ്. അപ്പൊ എന്റെ മക്കൾക്ക് ഇന്ന് പുതിയ വളരെ രസകരമായ ഒരു കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത്. ഒരു കഥയാണ്, അതെല്ലാവർക്കും ഇഷ്ടാവും അറിയാം. അതിനു മുമ്പേ ടീച്ചർ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇത് കാണുന്ന ആരെങ്കിലും നമ്മുടെ സൈലം ലേണിംഗിന്റെ വജ്ര ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടോ? വജ്ര ബാച്ച് എന്താണെന്ന് എല്ലാവർക്കും അറിയാമോ? അത് നമ്മുടെ 6ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളെല്ലാം വളരെ അടിപൊളിയായിട്ട് പഠിക്കാനുള്ള സൈലത്തിന്റെ ഒരു പുതിയ ബാച്ചാണ്. അതിന് നമുക്ക് ഒരു വർഷത്തേക്ക് 999 രൂപ അടച്ചാൽ നിങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം കിട്ടുന്നതായിരിക്കും. അടിപൊളിയായിട്ട് നിങ്ങളുടെ പഠനം നടക്കും. അതിന് മെന്റർഷിപ്പ് ഉണ്ട്, അതായത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു മെന്റർ ഉണ്ടായിരിക്കും. നമ്മുടെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞാൽ ആപ്പ് വഴി ക്ലാസ്സുകൾ ഉണ്ടാവും, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് മെന്റേഴ്സ് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളിലേക്ക് എത്തുകയും അത് പെട്ടെന്ന് തന്നെ ക്ലിയർ ആക്കി നിങ്ങളിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള നമ്മുടെ വജ്ര ബാച്ചാണ്. അടിപൊളി ബാച്ചാണ്. നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. ഞങ്ങൾ എല്ലാവരും അവിടെ നിങ്ങൾക്ക് ഒപ്പം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇന്ന് ടീച്ചറെ പറയാൻ വന്നത് എന്താണ്? മലയാള സെക്കൻഡ് ആണ്, അടിസ്ഥാന പാഠാവലിയാണ് നമ്മൾ പറയുന്നത്. നമുക്കൊരു പാഠം പഠിക്കാനുണ്ട്. അതിനു മുൻപ് നമുക്കൊരു കഥ കേൾക്കാനുണ്ട്. എന്താണ് കഥയുടെ പേരാണ് പറയിപ്പറ്റ പന്തിരുകുലം. പറയിപ്പറ്റ പന്തിരുകുലം. ടീച്ചർ തുടക്കം ഒരു കവിത ചൊല്ലിയില്ലായിരുന്നോ? നാറാണത്തു ഭ്രാന്തൻ. അപ്പൊ നാറാണത്തു ഭ്രാന്തൻ പറയിപ്പറ്റ പന്തിരുകുലത്തിൽ ഒരാളായിരുന്നു. പന്തിരുകുലം എന്ന് പറഞ്ഞാൽ 12 പേരടങ്ങുന്ന ഒരു കുലമാണ് അല്ലെ. 12 മക്കൾ ഉണ്ടായിരിക്കും. അതിൽ ഒരാളാണ് ആര്? നമ്മുടെ നാറാണത്തു ഭ്രാന്തൻ. അപ്പൊ ഇവർക്കൊരു അച്ഛനും അമ്മ ഉണ്ടാവില്ലേ? അതാരാണെന്ന് നമുക്ക് അറിയണ്ടേ? 12 പറയിപ്പറ്റ പന്തിരുകുലത്തിന് കാരണക്കാരായ വരരുചിയും പഞ്ചമിയുമാണത്. വരരുചിയും പഞ്ചമിയും. അപ്പൊ വരരുചിക്കും പഞ്ചമിക്കും ജനിച്ച 12 മക്കളെ പറ്റി, അതെങ്ങനെയാണ് അവരുടെ ജീവിതം എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു പേര് വന്നത് പറയിപ്പറ്റ പന്തിരുകുലം എന്നുള്ള പേരൊക്കെ വരാൻ കാരണം എന്താണ് എന്നൊക്കെ നമുക്ക് ഇന്ന് അറിയണം അല്ലെ. അപ്പൊ ഇവരെ പറയിപ്പറ്റ പന്തിരുകുലത്തിലെ 12 പേരെയും ടീച്ചർ ഇന്നിവിടെ പറഞ്ഞു തരുന്നുണ്ട്. അതിനു മുൻപ് കഥ കേൾക്കണ്ടേ? എല്ലാവരും കഥ കേൾക്കാൻ റെഡിയല്ലേ? ആരായിരുന്നു വരരുചി? വരരുചി എന്ന് പറയുന്നത് വിക്രമാദിത്യ ചക്രവർത്തിയുടെ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു. നവരത്നം എന്ന് പറഞ്ഞാൽ 9 രത്നങ്ങൾ, അതായത് 9 പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ആര്? വരരുചി എന്ന് പറയുന്നത്. അപ്പൊ വരരുചി വളരെ പണ്ഡിതനാണ്. ഒരു ദിവസം രാജാവ് ഇദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു. വരരുചി, അങ്ങ് പറയൂ, നമ്മുടെ രാമായണത്തിലെ ഏറ്റവും മഹത്തായ അല്ലെങ്കിൽ ഏറ്റവും പ്രത്യേകതയുള്ള ശ്ലോകം ഏതാണ്? രാമായണത്തില് ഒരുപാട് ശ്ലോകങ്ങൾ ഉണ്ടല്ലോ, അതിൽ ഇത്ര പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണ് എന്ന് എങ്ങനെയാണിപ്പോൾ തിരിച്ചറിയുന്നത് എന്ന് അദ്ദേഹത്തിന് ആശങ്കയുണ്ടായി. അദ്ദേഹത്തിന് പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. അപ്പൊ രാജാവ് പറയാണ്, 41 ദിവസത്തിനുള്ളിൽ ഇതിനുള്ള ഉത്തരം കണ്ട് പിടിച്ചു വന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് പിന്നെ അങ്ങയെ കാണണ്ട എന്ന് പറയും. വരരുചി ഭയങ്കര സങ്കടത്തിലായി, കഷ്ടത്തിലായി. വരരുചി കൊട്ടാരം വിട്ട് ഇറങ്ങുകയാണ്. ഇതിനുള്ള ഉത്തരം തേടി, ഇതിനുള്ള ഉത്തരം എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് വരണം എന്ന് തന്നെയായിരിക്കും അദ്ദേഹം ആഗ്രഹിച്ചത് അല്ലെ. അങ്ങനെ നാടുനീളെ നടന്നു, പല സ്ഥലങ്ങളിലും അദ്ദേഹം സഞ്ചരിച്ചു. അങ്ങനെ അദ്ദേഹം വിശ്രമിക്കാനായി ഒരു കാട്ടിലെ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരിക്കുകയാണ്. ഉറങ്ങാൻ മുമ്പ് അല്ലെങ്കിൽ വിശ്രമത്തിന് മുമ്പ് അദ്ദേഹം പറയുന്നത്, എന്റെ വനദേവതയെ എന്നെ കാത്തുകൊള്ളണേ എന്നാണ്. അങ്ങനെ ആ വൃക്ഷത്തിന്റെ മുകളിൽ വനദേവത ഉണ്ടായിരുന്നു. അപ്പൊ വനദേവതയും കിന്നരികളും ഭൂതപ്രേത പിശാചുക്കൾ എന്നൊക്കെ പറയില്ലേ, അവരെയൊക്കെ താവളമാണല്ലോ കാട് എന്നൊക്കെ പറയുന്നത്. കഥയാണ്, ഐതിഹ്യമാണ്. അപ്പൊ വനദേവതമാരുമായിട്ട് ഇവരിങ്ങനെ ചർച്ച നടത്താണ്. താഴെ കിടക്കുന്നത് പിന്നെ ആരാണ്? വരരുചിയാണ്. അദ്ദേഹം പണ്ഡിതനാണ്. അദ്ദേഹത്തിന് രാജാവ് ചോദിച്ച ഒരു ചോദ്യത്തിന് ഏറ്റവും മികച്ച ശ്ലോകം രാമായണത്തിൽ ഏതാണെന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റിയില്ല. രാമം ദശരഥം വിധി എന്ന് തുടങ്ങുന്ന ശ്ലോകമാണ് രാമായണത്തിലെ ഏറ്റവും മികച്ച ശ്ലോകം എന്ന് അവര് വനദേവത പറയുകയാണ്. അതേസമയം അവർ മറ്റൊരു കാര്യം കൂടെ പറയുകയുണ്ടായി. തലേ ദിവസം ആ നാട്ടില് ഒരു പറയ സ്ത്രീക്ക് ഒരു
കുഞ്ഞ് ജനിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പെൺകുഞ്ഞ് ജനിച്ചിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ ആയിരിക്കും ഇദ്ദേഹം, താഴെ കിടക്കുന്ന ഈ പണ്ഡിതനായ വരരുചി വിവാഹം കഴിക്കാൻ പോകുന്നത്, സഹധർമ്മിണിയാക്കാൻ പോകുന്നത് എന്ന് പറയുകയുണ്ടായി. ഇത് കേട്ട വരരുചി ആകെ എന്ത് ചെയ്തു? ഉത്തരം അറിഞ്ഞു. രാമായണത്തിലെ ശ്ലോകം ഏതാണ് എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. അതേസമയം ഈ ഒരു കാര്യം ഇദ്ദേഹത്തെ ഞെട്ടിച്ചു, അല്ലെ? പറയശ്രീക്ക് താഴ്ന്ന സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയിൽ ജനിച്ച കുട്ടിയെ ഞാൻ വിവാഹം കഴിക്കുമെന്നോ, എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം സങ്കടപ്പെടുകയാണ്. എങ്കിലും ഉത്തരം കിട്ടിയ സന്തോഷത്തിൽ അദ്ദേഹം കൊട്ടാരത്തിലേക്ക് പോകുകയും കൊട്ടാരത്തിൽ നിന്ന് അദ്ദേഹം രാജാവിനോട് കാര്യം പറയുകയും ഉത്തരം പറഞ്ഞു കൊടുക്കുകയും രാജാവ് നിരവധി സമ്മാനങ്ങൾ അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. രാജാവിനെ സന്തോഷിപ്പിക്കുകയാണ്, അല്ലെ? അദ്ദേഹം ഉത്തരവൊക്കെ പറഞ്ഞ് വളരെ ഇതില്. അതേസമയം ഇദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു. തലേ ദിവസം ഈ നാട്ടില് ഒരു പറയ സ്ത്രീയില് ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്, ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ട് ഒരു സ്ത്രീ. ആ പെൺകുഞ്ഞ് നമ്മുടെ നാട് മുടിക്കും എന്ന് ഇദ്ദേഹം വളരെ സൂത്രപരമായിട്ട് വിദഗ്ധമായിട്ട് പറയുകയാണ്. കാരണം തന്റെ ആ ഒരു കാര്യം തനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ആ കുട്ടിയെ ഞാൻ വിവാഹം കഴിക്കേണ്ടി വരുമോ എന്നുള്ള പേടി കൊണ്ട്, അല്ലെ? അങ്ങനെ ആ കുട്ടിയെ കൊന്നുകളയാനുള്ള തീരുമാനമാണ്. തലയിൽ പന്തം കുത്തി നദിയിലൂടെ ഒഴുക്കി കളയാൻ രാജാവ് തീരുമാനിക്കും. കാരണം വരരുചിയാണ് പറഞ്ഞത്, വിശ്വസിക്കാതിരിക്കാൻ പറ്റുന്നില്ല, അല്ലെ? പണ്ഡിതനാണ്. അപ്പോ ആ ഒരു കാര്യം അവർ ചെയ്യുന്നു, രാജാവ് ചെയ്യുന്നു. തലയിൽ പന്തം കുത്തി നദിയിലൂടെ ഒഴുക്കി കളയുകയാണ് നമ്മുടെ പെൺകുഞ്ഞിനെ. അപ്പോ അതോടുകൂടി പെൺകുഞ്ഞ് അവസാനിച്ചു, മരിച്ചിട്ടുണ്ടാവുമെന്ന് വരരുചിയും കരുതി കാണും. കുറെ കാലങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തിന് വളരെ ബുദ്ധിമതിയായ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹം. അതിന്റെ ഫലമായിട്ട് അദ്ദേഹം പല സ്ഥലങ്ങളിലും യാത്ര ചെയ്തു, അല്ലെ? ദേശാന്തരങ്ങൾ അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. ഇതിനിടയിൽ അദ്ദേഹം ഒരു ബ്രാഹ്മണന്റെ വീട്ടിലെത്തുകയും അവർ അദ്ദേഹത്തെ ഭക്ഷണത്തിനായി ക്ഷണിക്കുകയും ചെയ്തു. അപ്പൊ ഭക്ഷണത്തിന് ക്ഷണിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം ഒരുപാട് ഡിമാൻഡുകൾ പറഞ്ഞു. എനിക്ക് ഞാൻ ഉണ്ണുന്നതിന് മുൻപ് 100 പേർക്ക് ഭക്ഷണം നൽകണം, 108 കറികളുള്ള ഊണായിരിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. അതൊരു ബുദ്ധിപരമായിട്ട് മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ബ്രാഹ്മണൻ പറഞ്ഞു, ആയിക്കോട്ടെ. ബ്രാഹ്മണന്റെ പുത്രി പറഞ്ഞു അദ്ദേഹത്തോട് കുളിച്ചു വരാൻ പറഞ്ഞോളൂ, ഊണ് തയ്യാറായിരിക്കുമെന്ന്. അങ്ങനെ ബ്രാഹ്മണന്റെ മകളുടെ ഒരു ബുദ്ധി അവിടെ പ്രവർത്തിക്കുകയാണ്. 108 ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 108 കറികൾ വേണം എന്നുള്ളത്. അവൾ ഒരു ഇഞ്ചിക്കറി, ആ മകള് ഒരു ഇഞ്ചിക്കറി തയ്യാറാക്കുകയാണ്. ആ ഇഞ്ചിക്കറി എന്ന് പറയുന്നത് 108 കറിക്ക് പകരമാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും 100 പേർക്ക് ഊണ് വേണമെന്നുള്ള കാര്യത്തിലും ബുദ്ധിപരമായി കുട്ടി ഒരു പരിഹാരം കണ്ടെത്തി. അങ്ങനെ ഓരോ കാര്യങ്ങളും വരരുചി പറഞ്ഞ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുകയാണ്? ഈ മകൾ, ഈ പുത്രി എന്ത് ചെയ്യുകയാണ്? എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കി ഇദ്ദേഹത്തിന്റെ മികച്ച ഒരു ഊണ് തന്നെ കൊടുക്കുകയാണ്. കാരണം സാധാരണ ഊണാണ്, പക്ഷെ ഇതെല്ലാം വളരെ ബുദ്ധിപരമായി ചെയ്തതുകൊണ്ട് വരരുചിക്ക് വളരെയധികം സന്തോഷം തോന്നുകയാണ്. ഈ കുട്ടി തന്നെയാണ്, ബുദ്ധിസാമർഥ്യമുള്ള ഈ ഒരു പെൺകുട്ടി തന്നെ ആയിക്കോട്ടെ തന്റെ വധു എന്ന് ഇദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവളുടെ തലയില് ഈ ഒരു കല കാണുകയാണ്. ആ കല എന്താണ്? പണ്ട് പന്തം കുത്തിയ പന്തം തുളച്ചു കയറിയ ആ ഒരു കല ഈ പെൺകുട്ടിയുടെ തലയിൽ കാണുകയാണ് താൻ കല്യാണം കഴിച്ച്. അപ്പൊ അദ്ദേഹം മനസ്സിലാക്കുകയാണ് വിധിയെ തടുക്കാൻ കഴിയില്ല, വിധിയിൽ ഒരു മാറ്റവും വരില്ല. ഇദ്ദേഹം കല്യാണം കഴിച്ച ആ പെൺകുട്ടി പണ്ട് താൻ കൊല്ലാൻ പറഞ്ഞ ആ പറയിൽ ജനിച്ച കുട്ടിയാണ് എന്നുള്ളത് ഇദ്ദേഹം എടുത്തു വളർത്തിയതായിരുന്നു ഇവരെ. അങ്ങനെ വരരുചി പഞ്ചമിയെ കല്യാണം കഴിക്കുന്നു. എന്ത് ചെയ്യാനാണ്, വിധി അതുപോലെയാ വരുള്ളൂ, അല്ലെ? അപ്പോ പിന്നെ എന്താ ചെയ്യുന്നത്? വരരുചി ഓരോ നാട് നീളെ ഇവരെയും കൂട്ടി, പഞ്ചമിയെയും കൂട്ടി നടക്കുന്ന സമയത്ത്, ഓരോ ഗർഭം ധരിക്കുന്ന സമയത്തും കുഞ്ഞിന് ജന്മം നൽകുന്ന സമയത്ത്, പൂർണ്ണ ഗർഭിണിയായ പഞ്ചമി പ്രസവിക്കുന്നത് പല സ്ഥലങ്ങളിലാണ്. അപ്പൊ പ്രസവിച്ച സമയത്ത് വരരുചി ചോദിക്കും, കുഞ്ഞിന് വായുണ്ടോ എന്ന് ചോദിക്കും. പഞ്ചമി പറയും, വായുണ്ട്. വായു കീറിയ ദൈവം തന്നെ ഭക്ഷണത്തിനുള്ള വകയും നൽകിക്കോളും, ആ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചേക്കുക എന്ന് വരരുചി പറയും. മനസ്സോടെ പഞ്ചമി ആ കുഞ്ഞിനെ എവിടെയാണോ എത്തുന്നത് അവിടെ ഉപേക്ഷിക്കേണ്ടതായി വരികയാണ്. അങ്ങനെ ഓരോ കുഞ്ഞും, ഇവർക്ക് 12 കുഞ്ഞുങ്ങൾ ഉണ്ടാവും. എല്ലാ കുഞ്ഞുങ്ങളും 11 കുഞ്ഞിന്റെയും അവസ്ഥ ഇതായിരുന്നു. 12ാമത്തെ കുഞ്ഞ് ജനിച്ച സമയത്ത്
കുഞ്ഞിന് വായുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മനഃപൂർവം പഞ്ചമി എന്തു പറയും? കുഞ്ഞിന് വായില്ല എന്ന് പറയും. അത് കള്ളമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, എന്തോ കാരണം കൊണ്ട് തന്നെ ആ കുഞ്ഞിന് വായില്ലാതായി പോവുകയാണ്. വായുണ്ട് എന്ന് പറയാത്തതിന്റെ പേരിൽ ഇതിന് വായില്ലാതായി പോവുകയാണ്. അതാണ് വായില്ല കുന്നിലപ്പൻ. അപ്പൊ നമുക്ക് ഇങ്ങനെ 12 മക്കള് വരരുചിക്കും പഞ്ചമിക്കും ഉണ്ടായതായിട്ട് കാണാം. ഇവരാണ് പറയിപ്പറ്റ പന്തിരുകുലം എന്ന് അറിയപ്പെടുന്നത്. പല സ്ഥലത്ത് ഇവർ വളരുകയാണ്. പലരും 12 പേരും 12 ഇടങ്ങളിലായിട്ട് വളരുകയാണ്. അതിൽ ഭ്രാന്തനായും അനാഥനായും വളർന്ന നാറാണത്തു ഭ്രാന്തന്റെ കവിത നമ്മൾ കേട്ടു. അപ്പൊ ആരൊക്കെയാണ് നമ്മുടെ പറയിപ്പറ്റ പന്തിരുകുലത്തിലെ 12 പേരെന്ന് നമുക്ക് നോക്കാം കേട്ടോ. മേഴത്തൂർ അഗ്നിഹോത്രി, നാറാണത്തു ഭ്രാന്തൻ, അകവൂർ ചാത്തൻ, ഉളിയന്നൂർ പെരുന്തച്ചൻ, പാക്കനാർ വടുതല നായർ. അഗ്നിഹോത്രി, നാറാണത്തു ഭ്രാന്തൻ, അകവൂർ ചാത്തൻ, പെരുന്തച്ചൻ, പാക്കനാർ വടുതല നായർ. പിന്നെ കാരക്കലമ്മയുണ്ട്, ഉപ്പുകൊച്ചനുണ്ട്, തിരുവരങ്കത്ത് പാക്കനാറുണ്ട്, വള്ളോനുണ്ട്, രചകനുണ്ട്, വായില്ല കുന്നിലപ്പനുണ്ട്. കാരക്കലമ്മയും ഉപ്പുകൊച്ചനും തിരുവരങ്കത്ത് പാണനാറും വള്ളോനും രചകനും വായില്ല കുന്നിലപ്പനുമാണ്. ആരെ അവസാനം വായി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പഞ്ചമി പറഞ്ഞ വായില്ല കുന്നിലപ്പൻ. പിന്നെ വായില്ലാതായി പോവുകയാണ് ആ കുഞ്ഞിന്. ഒരേ ഒരു സ്ത്രീ ആരാണ്? കാരക്കലമ്മയായിരുന്നു കേട്ടോ. സ്ത്രീ നാറാണത്തു ഭ്രാന്തനെല്ലാം ഉണ്ട്. ഇതിൽ ഉപ്പുകൊച്ചൻ, ഈ 12 പേരിൽ ഉപ്പുകൊച്ചനെ പറ്റിയാണ് ഈ ഒരു കഥയിൽ നമുക്ക് അടുത്ത പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ള ജീവിതത്തിന്റെ ഉപ്പ് എന്ന് പറയുന്ന കഥയിൽ പറയുന്നത്. അതില് മേഴത്തോൾ അഗ്നിഹോത്രിയും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ഈ ഒരു ഐതിഹ്യ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. പറയിപ്പറ്റ പന്തിരുകുലത്തിലെ കഥ ഇതാണ്. എന്റെ മക്കള് പാഠം പഠിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ മറ്റൊരു രസകരമായ വീഡിയോവുമായിട്ട് അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായ വീഡിയോവുമായിട്ട് മറ്റൊരു പാഠഭാഗവുമായിട്ട് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അപ്പോഴത്തേക്കും ബൈ ബൈ. ഇറ്റ്സ് മീ ശ്രുതി വൈശാഖ് ഫ്രം സൈലം ലേണിംഗ്.